My topic is preprocessor. As we all know that C is a unique language with many features. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് സ്ട്രക്ചേഴ്സ്, പോയിൻറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ സിയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ വേറൊരു ഫീച്ചറാണ് preprocessor. The C preprocessor provides several tools that are unavailable in other high-level languages. The programmer can use these tools to make his program easy to read, easy to modify, portable and more efficient. പ്രീപ്രോസസ്സറിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് സി പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിനും പോർട്ടബിൾ ആക്കാനും മോർ എഫിഷ്യൻ്റ് ആക്കാനും യൂസ്ഫുള്ളാണ്. The preprocessor, as its name implies, is a program that processes the source code before it passes through the compiler. It operates under the control of what is known as preprocessor command lines or directives. ഒരു പ്രീപ്രോസസ്സർ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ കമാൻഡ് ലൈൻസ് എന്താണോ പറയുന്നത് ആ ഒരു ആക്ഷനാണ് ആദ്യം ഒരു പ്രോഗ്രാം സോഴ്സ് കോഡ് ചെയ്യുക, എന്നിട്ടാണ് കമ്പൈൽ ചെയ്യുക. കമ്പൈലറിലേക്ക് ഡയറക്റ്റ് പോകുന്നതിന് മുന്നേ ഒരു പ്രോഗ്രാം പ്രീപ്രോസസ്സറിലാണ് റീച്ച് ചെയ്യുക. പ്രീപ്രോസസ്സർ ആർ പ്ലേസ്ഡ് ഇൻ ദ സോഴ്സ് കോഡ് ബിഫോർ ദ മെയിൻ ലൈൻ. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് മെയിനിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് പ്രീപ്രോസസ്സർ ഡയറക്റ്റീവ്സ് എല്ലാം പ്ലേസ് ചെയ്യാറുള്ളത്. Before the source code passes through the compiler, it is examined by the preprocessor for any preprocessor directives. കമ്പൈലറിലേക്ക് റീച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് പ്രീപ്രോസസ്സറെ എക്സാമിൻ ചെയ്യും. അങ്ങനെ പ്രീപ്രോസസ്സർ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ഫസ്റ്റ് കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ if there is any appropriate actions are taken and then source program is hand over to the compiler. അങ്ങനെ ഡയറക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് ഫസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ കമ്പൈൽ ചെയ്യുക. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് സി ചെയ്തപ്പോൾ തന്നെ ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഡിഫൈൻ, അങ്ങനെ ചെറിയ ചെറിയ പ്രീപ്രോസസ്സസ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന അഡീഷണലി നമ്മൾ കൊടുക്കുന്ന കുറച്ച് പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങളാണ് പ്രീപ്രോസസ്സർ. അതിൻ്റെ നോർമലി ഉള്ള സിൻടാക്സ് അല്ല, നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന നോർമലി ഉള്ള സിൻടാക്സ് അല്ല, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ പ്രീപ്രോസസ്സേഴ്സ് ഹാഷ് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യുക. ഓൾ ബിഗിൻ വിത്ത് ഹാഷ് ആൻഡ് ഡു നോട്ട് റിക്വയർ സെമിക്കോളൻ അറ്റ് ദ എൻഡിൽ സെമിക്കോളൻ ആവശ്യമില്ല. ഹാഷ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കുറച്ച് പ്രീപ്രോസസ്സേഴ്സ് ആണ് ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡെഫ്, ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഇഫ് ഡെഫ്, ഹാഷ് ആൻഡ് ഇഫ്, ഹാഷ് ഇഫ് ആൻഡ് ഡെഫ്, ഹാഷ് ഇഫ്, ഹാഷ് എൽസ്. ഇങ്ങനെ ഒരുപാട് പ്രീപ്രോസസ്സസ് ഓൾറെഡി സിയിലുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ആ ഒരു സി പ്രോഗ്രാമിൽ യൂസ്ഫുൾ ആവും. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്നത് ഡയറക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഡിഫൈൻസ് എ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു മാക്രോ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ് ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്യുക. ഹാഷ് ഡിഫൈൻ നമ്മൾ പ്രോഗ്രാമറിന് എന്തെങ്കിലും അഡീഷണലി ഡിഫൈൻ ചെയ്യണമെങ്കിലൊക്കെ അതിന് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയുന്നുണ്ട്, യൂസ് ചെയ്യുന്നതാണ് ഹാഷ് ഡിഫൈൻ. ഹാഷ് അൺഡെഫ്, നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതിനെ അൺഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺഡെഫ്. അൺഡിഫൈൻസ് എ മാക്രോ. ഹാഷ് ഇൻക്ലൂഡ് സ്പെസിഫൈസ് ദ ഫയൽ ടു ബി ഇൻക്ലൂഡഡ്. ഹാഷ് ഇൻക്ലൂഡ് എന്ന ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഫയൽസ് ഒക്കെ അഡീഷണലി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള ഡയറക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുക. ഇഫ് ഡെഫ്, ടെസ്റ്റ് ഫോർ മാക്രോ ഡെഫിനിഷൻ. മാക്രോ ഡെഫിനിഷൻ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡയറക്റ്റീവാണ് ഇഫ് ഡെഫ്. ഹാഷ് എൻഡ് ഇഫ് സ്പെസിഫൈസ് ദ എൻഡ് ഓഫ് ഇഫ്. ഹാഷ് ഇഫ്. ഹാഷ് എൻഡ് ഇഫ് എന്ന് പറയുന്നത് ഹാഷ് ഇഫ് എന്ന ഡയറക്റ്റീവ്സിൻ്റെ എൻഡ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാഷ് ഇഫ് എൻഡ് എഫ് ഒരു മാക്രോ ഡിഫൈൻ ചെയ്തിട്ടില്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ടെസ്റ്റ് വെദർ എ മാക്രോ ഈസ് നോട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ടെസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇഫ് എൻഡ് എഫ്. ഇഫ് എൽസ് സ്പെസിഫൈസ് alternatives when hash if test fails. Hash if
എന്ന് പറയുന്ന ഈ ഡയറക്റ്റീവ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നതാണ് ഹാഷ് എൽസ്. ഇഫ് റോങ് ആയിട്ട് ആണല്ലോ നമ്മൾ എൽസ് ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാം ഓക്കെയാണ്. These directives can be divided into 3 categories: macro substitution directives, file inclusion directives, compiler controller directives. ഈ ഒരുപാട് ഡയറക്റ്റീവ്സ് ഉണ്ടല്ലോ, അത് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ്സ്, ഫയൽ ഇൻക്ലൂഷൻ ഡയറക്റ്റീവ്സ്, കമ്പൈലർ കൺട്രോൾ ഡയറക്റ്റീവ്സ്. മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ്സിൽ വരുന്നതാണ് ഹാഷ് ഡിഫൈൻ. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്നത് മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ്സ് ആണ്. ഫയൽ ഇൻക്ലൂഷൻ ഡയറക്റ്റീവ് ആണ് ഹാഷ് ഇൻക്ലൂഡ്. ഫയൽ ഇൻക്ലൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫയൽ ഇൻക്ലൂഷൻ ഡയറക്റ്റീവ് ആണ്. Macro substitution is the process where an identifier in the program is replaced by predefined string composed of one or more tokens. ഒരു ഐഡൻറ്റിഫയറിനെ പ്രീഡിഫൈൻഡ് സ്ട്രിങ് ആയിട്ട് റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ദിസ് ടാസ്ക് അക്കംപ്ലിഷ്ഡ് ബൈ ഹാഷ് ഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഹാഷ് ഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോൺ ആസ് മാക്രോ ഡെഫിനിഷൻ അല്ലെങ്കിൽ സിംപ്ലി മാക്രോ. ഈ ഒരു നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഹാഷ് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ മാക്രോ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. അപ്പം മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്തിട്ട് കൊടുക്കുന്ന പ്രീ പ്രോസസ്സറാണ് മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ. അതിൽ ഒരുപാട് വരുന്നുണ്ട്. സിമ്പിൾ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ, ആർഗ്യുമെൻറ്റഡ് മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ, നെസ്റ്റഡ് മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഹാഷ് ഡിഫൈൻ ഐഡൻറ്റിഫയർ സ്ട്രിങ്. ഹാഷ് ഡിഫൈൻ ഐഡൻറ്റിഫയർ നമുക്ക് എന്ത് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുക്കാറുള്ളത്. അതൊരു മാക്രോ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ സ്ട്രിങ്, നമ്മളിവിടെ കൊടുക്കുന്ന സ്ട്രിങ് ആയിരിക്കും ആ ഒരു ഐഡൻറ്റിഫയറിൻ്റെ വാല്യൂ പോലെ. ആ ഒരു പ്രോഗ്രാം മൊത്തത്തിൽ എവിടെയൊക്കെ ഈ സ്ട്രിങ് വരുന്നുണ്ടോ അതിനൊക്കെ ഈ ഐഡൻറ്റിഫയർ നെയിം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യും. ഐഡൻറ്റിഫയർ നെയിം ആ ഒരു ഐഡൻറ്റിഫയർ ഈ ഒരു വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് വരിക. അങ്ങനെയാണ് ഹാഷ് ഡിഫൈൻ നമ്മൾ യൂസ് ചെയ്യുക. ഇഫ് ദിസ് പ്ലേസ്ഡ് ഇൻ എ പ്രോഗ്രാം അറ്റ് ദ ബിഗിനിങ്, ദെൻ ദ പ്രീ പ്രോസസ്സർ ഓർ റീപ്ലേസസ് എവറി ഒക്കറൻസ് ഓഫ് ഐഡൻറ്റിഫയർ ഇൻ സോഴ്സ് കോഡ് ബൈ സ്ട്രിങ്. ഈ ഒരു ഹാഷ് ഡിഫൈൻ നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രീ പ്രോസസ്സർ എല്ലാ ആ ഒരു ഐഡൻറ്റിഫയറിൻ്റെ ഒക്കറൻസിനെയും ആ ഒരു സ്ട്രിങ് ബൈ റീപ്ലേസ് ചെയ്യും.